بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ നിങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 98 ത്വാഹ സൂറത്തിൽ നിന്നുള്ള 37-ാമത്തെ ആയത്ത് മുതൽ കിടക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولقد مننا عليك مرة أخرى إذا أوحينا إلى أمك ما يوحى. ഇത് വലക്കത് മനന്ന അലൈക മറത്തൻ ഉഖ്റ 37-ാമത്തെ ആയത്താണ്. വലക്കത് മനന്ന, തീർച്ചയായും നമ്മൾ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു, അലൈക നിനക്ക്, മറത്തൻ ഉഖ്റ മറ്റൊരു സമയത്ത് കൂടെ, വേറൊരു സമയത്തും നിനക്ക് അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മൂസ നബി അലൈഹിസ്സലാമിന്. അതായത് ചെറുപ്പകാലത്ത് ഉള്ള സംഭവമാണത്. ഇത് ഔഹൈന ഇല ഉമ്മിക്ക മാ യൂഹ. ഇത് ഔഹൈന, നമ്മൾ ബോധനം നൽകി. അത് ആ സമയം ഓർക്കുക. ഇല ഉമ്മിക്ക, നിന്റെ മാതാവിന് നമ്മൾ ബോധനം നൽകി. മാ യൂഹ, ബോധനം നൽകപ്പെട്ട കാര്യങ്ങളൊക്കെ ബോധനം നൽകി. അതെന്താണെന്ന് ഇനി പറയും. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ. ഇത് ഔഹൈന മാ ഇല ഉമ്മിക്ക മാ യൂഹ എന്ന് പറഞ്ഞത്. ബോധനം നൽകപ്പെട്ട കാര്യങ്ങളെല്ലാം ബോധനം നൽകി എന്ന് പറഞ്ഞത് ശേഷം പറയുന്ന ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അത് 38-ാമത്തെ ആയത്താണ്. 37, 38, 39-ാമത്തെ ആയത്താണ്. അനിഖിദ് ഫീഹി ഫിത്താബൂത്തി ഫഖിദ് ഫീഹി ബിൽ യമ്മി ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ യഖുദുഹു അദുവ്വുൻ ലി വഅദുവ്വുൻ ലഹു വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി. 39-ാമത്തെ ആയത്താണ്. ഇത് പറയാൻ ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ഞാൻ വിവരിക്കാം. അനിഖിദ് ഫീഹി, ആദ്യം അർത്ഥം പറഞ്ഞിട്ട് പറയാം. അനിഖിദ് ഫീഹി, ഇഖ്തിഫി എന്ന് പറഞ്ഞാൽ ഖദഫ എന്നുള്ള ഫേലിൽ നിന്ന്, ഖദഫ യഖ്തിഫു എന്നുള്ള ഫേലിൽ നിന്ന് അംദ് ഫേലാണ് ഇഖ്തിഫി എന്നുള്ളത്. സ്ത്രീലിംഗ ആയതുകൊണ്ട് ഇഖ്തിഫ്, ഇഖ്തിഫ, ഇഖ്തിഫു, ഇഖ്തിഫി എന്നാണ്. ഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഫ്ഊല. ഇഖ്തിഫി, നീ ഇടുക, ഹി അവനെ, ആ കുട്ടിയെ, ഫിത്താബൂത്തി, ഒരു പെട്ടിയിൽ ഇടുക, പെട്ടിയിലാക്കണം, കുട്ടിയെ പെട്ടിയിലാക്കുക. ഫഖിദ് ഫീ, എന്നിട്ട് ആ പെട്ടി നീ ഇടുക, ഫിൽ യമ്മി, നദിയിൽ, നൈൽ നദിയിൽ ഇടണം. അപ്പോൾ കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് ആ കുട്ടിയുള്ള പെട്ടി നൈൽ നദിയിലിടുക. ഫൽ യുൽഖിഹിൽ യമ്മു, നൈൽ നദി ആ കുട്ടിയെ എത്തിക്കും, ബിസ്സാഹിലി, കരയിലെത്തിക്കും. ആ നദി ചെയ്യുന്ന കാര്യമാണ് അത്. ഒഴുകിപ്പോവല്ല ചെയ്യുക, നദിയിലെത്തിക്കും, കരയിലെത്തിക്കും. യഖുദുഹു, അപ്പോൾ ഫിറഔൻ അതിനെ പിടിക്കും. ഫിറഔനോ അല്ലെങ്കിൽ ഫിറഔൻ്റെ ആളുകളോ അതിനെ പിടിക്കും, അവനെ പിടിച്ചെടുക്കും. അദുവ്വുല്ലി, എൻ്റെ ഒരു ശത്രു, അദുവ്വുല്ലഹു, അവൻ്റെയും ശത്രുവായ ഒരാൾ പിടിച്ചു വെക്കും. അപ്പോൾ ഈ നദീക്കരയിൽ കണ്ടെത്തിയ കുട്ടിനെ ഫിറഔനും അല്ലെങ്കിൽ ഫിറഔനിൻ്റെ ആളുകൾ പിടിച്ചു എടുക്കും. ഈ ഫിറഔന് എൻ്റെ ശത്രുവാണ്, ഈ കുട്ടീൻ്റെയും ശത്രുവാണ്. കുട്ടിയുടെ ശത്രു എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് വേറെ ശത്രുവായിട്ട് വരാൻ പോകുന്നുണ്ട്. പ്രവാചകത്വമൊക്കെ ആയിട്ട് ഫിറഔനെ സമീപിക്കേണ്ട ഘട്ടം വരുമ്പോൾ അവൻ ശത്രുതൊക്കെ ശരിക്കും പുറത്തെടുക്കും. അപ്പോൾ അള്ളാഹു ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ശത്രുവാണ്, എൻ്റെയും ശത്രുവാണ്. എൻ്റെ ശത്രു എന്ന് പറഞ്ഞാൽ അവൻ അള്ളാഹനെ ധിക്കരിച്ചിട്ട് അവിടെ വിഗ്രഹാരാധനയും മറ്റുള്ള നിരീശ്വരത്വമൊക്കെ അനുസരിച്ച് അതാണ് ജനങ്ങളെ നിർബന്ധിതമാക്കുന്നത്.
അവനെ ദൈവമായിട്ട് അംഗീകരിക്കണം എന്നൊക്കെ ബനി ഇസ്രായേലിനെ നിർബന്ധിക്കുന്നുണ്ട്. കിബിത്തി ബനി ഇസ്രായേൽ ഇങ്ങനെ രണ്ട് പാർട്ടിയാണ് അവിടെ ഉള്ളത്. കിബിത്തി എന്ന് പറഞ്ഞത് ഫിറോവിൻ്റെ പാർട്ടി, ബനി ഇസ്രായേലും അല്ലാതെ മർദ്ദിച്ചു അവരെ കൊണ്ട് കൂലിവേല ചെയ്യിക്കുന്ന ആളുകളാണ് ബനി ഇസ്രായേൽ. യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെ അങ്ങനെ വല്ലാതെ മർദ്ദിക്കുന്ന ഒരാളാണ് ഫിറോൻ. അപ്പോൾ ഇങ്ങനെ എൻ്റെയും ഈ മൂസയുടെയും ശത്രുവായ ഒരാൾ അവനെ പിടിച്ചെടുക്കും പറഞ്ഞാൽ ഫിറോൻ തന്നെ. ഫിറോൻ എന്നുള്ളത് ഈ രാജാവിൻ്റെ പേരല്ല, നമ്മൾ പറഞ്ഞു രാജപരമ്പരയുടെ പേരാണെന്ന്. ഡൈനാസ്റ്റി ഓഫ് കിങ്സ് ആണ് ഈ ഫിറോൻ എന്ന് പറയുന്നത്. ഫിറോൻ ഇവിടെ ധാരാളം ഫിറോവന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈജിപ്തിൽ. അതിൽപ്പെട്ട മൂസ നബിയുമായി ബന്ധപ്പെട്ട ഫിറോവനാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഫിറോവൻ ആണ് ഇപ്പോൾ പിടിച്ചെടുക്കുന്നത് പറയുന്നത് ഈ പിന്നെ നദിക്കരയിൽ കണ്ടെത്തിയ കുട്ടിയെ. അപ്പോൾ അൽക്കൈത്തു ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അലൈക്ക നിനക്ക് മഹബത്തൻ സ്നേഹത്തെ, മിന്നി എന്നിൽ നിന്നുള്ള സ്നേഹം നിനക്ക് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ വലി തുസ്ന അലായിനി നിന്നെ പോറ്റി വളർത്താൻ വേണ്ടിയും അലായിനി എൻ്റെ കൺമുന്നിൽ ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നാണ് അള്ളാഹു പറയുന്നത്. പിന്നെ ഈ ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ട് നെയിൽ നദിയിൽ കുട്ടിനെ ഒഴുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അല്പം വിവരിക്കാം. ഫിറോവനൊരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ പറയുന്നത് ബനി ഇസ്രായേലിലുള്ള ഒരു പുതുതായി ജനിക്കുന്ന ഒരു കുട്ടി നിന്റെ അധികാരം നഷ്ടപ്പെടുത്താനും നിന്നെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയുള്ള കാരണം ആയിത്തീരും ഫിറോൻ എന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞു, അല്ലെങ്കിൽ സ്വപ്ന വ്യാഖ്യാതാക്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം അന്നൊരു നിയമം പാസ്സാക്കി. എല്ലാ ആൺകുട്ടികളെയും ബനി ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും, കിബിത്തികളിൽ ജനിക്കുന്ന ആളല്ലാട്ടാണ്, കിബിത്തി അവൻ്റെ പാർട്ടിയാണ്, ബനി ഇസ്രായേലിൽ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും വധിച്ചു കളയണം, പെൺകുട്ടികളെ ജീവനോടെ വെച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് അവൻ പാസ്സാക്കിയ നിയമത്തിൻ്റെ പിന്നെ ആകത്തുക. അങ്ങനെ ഇതനുസരിച്ച് ഈ കാലഘട്ടത്തിലാണ് മൂസ നബി പൂജാതനാകുന്നത്. മൂസ നബി ജനിച്ചു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉമ്മ വിഷമിച്ചു. കാരണം പരസ്യമായി കഴിഞ്ഞാൽ ഫിറോവൻ്റെ കിങ്കരന്മാർ വന്ന് കുട്ടിയെ കൊണ്ടുപോകും, കൊന്നുകളയും. അതുകൊണ്ട് എന്ത് വേണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു ബോധനം ലഭ്യമായി. അള്ളാഹു തോന്നിപ്പിച്ചു. എന്താ തോന്നിപ്പിച്ചത്? ഇഖ്ദിഫീഹി ഫിത്താബൂത്തി ഫഖ്ദിഫീഹി ഫിൽ യമ്മി. അവനെ ഒരു ബോക്സിലാക്കിയിട്ട്, ഒരു പെട്ടിയിലാക്കിയിട്ട് നെയിൽ നദിയിൽ ഇടുക. ആ പെട്ടി നെയിൽ നദിയിൽ ഇടുക. അതിന് എൻ്റെയും അവൻ്റെയും ശത്രുവായ ഒരാൾ അവനെ പിടിച്ചെടുക്കും നദിക്കരയിൽ നിന്ന്. നദിക്കരയിലേക്ക് ഈ നദി തന്നെ അവനെ എത്തിക്കും എന്നൊക്കെയുള്ള ബോധനം നൽകിയപ്പോൾ അതനുസരിച്ച് ഉമ്മ ചെയ്യണം. അതാണ് സന്ദർഭം. അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇതേപോലെ എല്ലാ കാര്യങ്ങളും നടന്നിട്ട് അവിടെ ഈ മൂസ നബി അലൈഹി ഇസ്ലാമിനെ ഇവർ എടുത്ത് കൊണ്ടുപോയിട്ട് ഒരാളുടെയും മുല കുട്ടി കുടിക്കുന്നില്ല. ആ കുട്ടിയുടെ സംരക്ഷണ ചുമതല അപ്പോൾ കൊട്ടാരത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത് ആസിയ ബീവിയാണ്. ആസിയ ബീവി എന്ന് പറഞ്ഞാൽ ഫിറോവൻ്റെ ഭാര്യ. ശരിയായ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു സാലിഹത്തായൊരു സ്ത്രീയാണ്. ആ സ്ത്രീയെ സംബന്ധിച്ച് ഖുർആനിൽ പറയുന്നത് ലറബല്ലാഹു മസലല്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്തിൻ കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ ഫഖാനതാഹുമാ. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരാണ് കാഫിറുകൾക്ക് ഉദാഹരണം പെടുത്തിയിട്ട് അള്ളാഹു കാണിച്ചു കൊടുത്തത്. അവർ രണ്ടുപേരും ഭർത്താക്കന്മാരെ അംഗീകരിക്കാത്ത ആളുകളായിരുന്നു. നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയും. പിന്നെ അടുത്ത ആയത്തിൽ 11-ാമത്തെ ആയത്തിൽ തഹരീം സൂറത്തിൽ നിന്നുള്ള 10ഉം 11ഉം ആയത്തുകളാണ്. ഇപ്പോൾ 10-ാമത്തെ ആയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 11-ാമത്തെ ആയത്തിൽ പറയുന്നത് ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനൂ
امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من قوم فرعون وعمله ونجني من القوم الظالمين എന്ന ദ്വാരക്കാണ്. പിന്നെ ആസിയ റളിയല്ലാഹു അൻഹ, ആസിയ ബീവി ഇങ്ങനെ ദ്വാരക്കേണ്ട സന്ദർഭം ഉണ്ടായത് ഫിറഔന്റെ മർദ്ദനം സഹിക്കവയ്യാതെ മരണസമയത്ത് പ്രാർത്ഥിച്ചതാണ്. അപ്പം അതിൻ്റെ മുമ്പുള്ള കാലഘട്ടം ഭാര്യയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഫിറഔൻ ശരിയായൊരു വിശ്വാസിനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും. ചില മർദ്ദനങ്ങൾ ഏറ്റിട്ടുമുണ്ട്. ഒരു സമയത്ത് വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ, തൗഹീദ് ശരിയായ അല്ലാഹുവിനെ വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ മർദ്ദനമുറകളൊക്കെ അഴിച്ചുവിട്ടിട്ടുണ്ട് ഒരു സമയത്ത്. അതിനൊക്കെ വിധേയമായിട്ടുണ്ട് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. അപ്പം അതനുസരിച്ച് ഈ ആസിയ ബീവി ഈ കുട്ടിയുടെ കാര്യം ഏറ്റെടുത്തത് ആസിയ ബീവിയാണ്. എന്തെങ്കിലും ഒരു സമയത്ത് താടി പിടിച്ചു വലിച്ചപ്പോൾ ഫിറഔൻ അവനെ കൊന്നുകളയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടായി. അത് ചെറിയ കുട്ടിയല്ല. ആ കുട്ടി താടി കണ്ടപ്പോൾ ഒന്ന് പിടിച്ചു എന്ന് വെച്ചിട്ട് ആ കുട്ടീനെ കൊന്നുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്നുള്ളതൊക്കെ വാദിച്ചുകൊണ്ട് ആസിയ ബീവി റളിയല്ലാഹു അൻഹ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ ഈ കുട്ടീനെ കിട്ടിയപ്പോൾ ഫിറഔൻ മടിയിൽ വെച്ച് കളിപ്പിക്കുന്ന ഒരു രംഗമുണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ താടി പിടിച്ച് വലിച്ചത്. അപ്പോൾ താടി പിടിച്ച് വലിച്ചപ്പോൾ അവനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊന്നു കളയാൻ നോക്കി. ഇപ്പോൾ ഇവിടെ ഈ കുട്ടിയെ കിട്ടിയപ്പോൾ ഇടയും കൊന്നു കളയണം, ആൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരക്ക് കൂട്ടി. ഏതായാലും അവന് മുല കൊടുക്കണ്ടേ, മുല കൊടുക്കാൻ വേണ്ടി ആളുകളെ നോക്കുമ്പോൾ കിട്ടിയില്ല. ആളുകളെ കിട്ടി, പക്ഷെ ഒരാളെയും മുല കുടിക്കുന്നില്ല മൂസാ അലൈഹിസ്സലാം. അങ്ങനെ പിന്നെ ഉമ്മാടെ അടുത്ത് എത്തണം. ഉമ്മാടെ മുല മാത്രമേ കുടിക്കുള്ളൂ. ബാക്കിയുള്ള മുലകളെല്ലാം അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട് മൂസാ നബിക്ക്. അതൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ അവിടേക്കുള്ള ഒരു ഇതാണ് ഇനി പറയാൻ പോകുന്നത്. 39, 40 ആയത്തിൽ പറയുന്നത്, ഇത് തംശി ഉഖ്തുക ഫതഖൂലു ഹൽ അദുല്ലുകും അലാ മൻ യക്ഫുലുഹു ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدر يا موسى. ഇത് തംശി ഉഖ്തുക, നിന്റെ സഹോദരി ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നടക്കുക. ആ സന്ദർഭത്തെ സംബന്ധിച്ച് ശ്രദ്ധിക്കുക. എന്താ സഹോദരി അവിടെ ചുറ്റിപ്പറ്റി? മൂസാ നബിക്ക് ഒരു സഹോദരി ഉണ്ട്. ഉമ്മ കുട്ടിയെ ഇങ്ങനെ സമുദ്രത്തിൽ ഒഴുക്കിയെങ്കിലും വളരെ ദുഃഖിച്ചിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ കുട്ടിയെ കിട്ടി. ഒരു കുട്ടിയെ നൈൽ നദിയുടെ കരയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള അവിടെ ഈജിപ്തിലാകെ പട്ടണത്തിൽ ആ കാര്യം വളരെ പരസ്യമായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുറച്ച് സമാധാനം കിട്ടിയിട്ടുണ്ട് ഉമ്മക്ക്. അങ്ങനെ മൂസാ നബിയുടെ പെങ്ങളോട് ഉമ്മ പറയാണ്, മോളെ ഒന്ന് പോയിട്ട് അവൻ്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് അറിയാൻ പറ്റിയെന്ന് വളരെ നന്നായിരുന്നു, നീ പോകണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞേക്കുക. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിനെ അന്വേഷിച്ച് അവിടെ കൊട്ടാരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഒരു സാഹചര്യം കിട്ടി. അള്ളാഹു അറേഞ്ച് ചെയ്യണതൊക്കെ അതനുസരിച്ചാണ്. അല്ലാതെ പാവങ്ങളല്ലേ, പാവങ്ങൾക്ക് ഇപ്പോൾ കൊട്ടാരത്തിലേക്കൊക്കെ ചെല്ലാൻ പറ്റുമോ? വേണ്ടുന്ന സെക്യൂരിറ്റിയും മറ്റുണ്ടാവില്ലേ? അപ്പോൾ അവിടെ എന്നാലും അവിടെ ചെല്ലാൻ പറ്റി. അതനുസരിച്ച് അപ്പോൾ അവർ ചോദിച്ചു, മുല കുടിക്കുന്നില്ല കുട്ടി, അതിന് ഒരു മുല കൊടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടണം. ഒരാളുടെ മുല കുടിക്കുന്നില്ല, എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ സഹോദരി പറഞ്ഞു, ഹൽ അതുല്ലുക്കും ഫതഖൂലു ഹൽ അതുല്ലുക്കും. ഈ തംശി ഉഖ്തുക എന്നതിൻ്റെ സഹോദരി ഇങ്ങനെ അവിടെ നടന്നുകൊണ്ട് ചുറ്റിപ്പറ്റി നടക്കുകയാണ്. ഫതഖൂലു, അങ്ങനെ കൊട്ടാരത്തിലുള്ള ആളുകളോട് അവൾ പറയാം, ഫതഖൂലു അവൾ പറയാണ്, ഹൽ അതുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ, അലാമൻ യക്ഫുലുഹു, അവനെ സംരക്ഷിക്കാനുള്ള ഒരാളെ, കുട്ടിയെ സംരക്ഷിക്കാനുള്ള എന്ന് ചോദിച്ചു. അപ്പോൾ ആയിക്കോട്ടെ,
എന്ന് അവർ സമ്മതം മൂളി. അങ്ങനെ സമ്മതം മൂളിയിട്ട് ആ സ്ത്രീയെ കൊണ്ടുവരാൻ പറഞ്ഞു കൊട്ടാരത്തിലേക്ക്. അങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ മൂസാ നബിയുടെ ഉമ്മ അവിടെ എത്തുന്നതാണ് സന്ദർഭം. അങ്ങനെ കുട്ടിയെ കണ്ടു മുല കൊടുത്ത ഉടനെ പെട്ടെന്ന് പിടിച്ചു ചപ്പി കുടിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആസിയ നബിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായി. ഒരാളുടെ മുല കുടിക്കാത്ത കുട്ടി ഈ സ്ത്രീയുടെ മുല നന്നായി കുടിക്കണമെന്നുണ്ട്. അപ്പോൾ ആസിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഈ സ്ത്രീയോട്, മൂസാ നബിയുടെ ഉമ്മയാണ് കേട്ടോ, ഉമ്മോട് പറഞ്ഞു, നിങ്ങളിവിടെ കൊട്ടാരത്തിൽ ജീവിക്കണം, ഇവന് മുല കൊടുത്ത് ഇവനെ സംരക്ഷിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ കുട്ടികളും വീടും ഒക്കെ അനാഥയായി പോകും ഞാനിവിടെ നിന്നാൽ. അപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവനെ എൻ്റെ വീട്ടിൽ എന്നോട് കൂടെ ഞാൻ താമസിപ്പിച്ചോളാം, മുല കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തോളാം. അതുകൊണ്ട് എനിക്ക് വിട്ടുതരവന് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഞാൻ ഇവിടെ കൊടുന്ന് കാണിക്കാം, കൊട്ടാരത്തിൽ കൊടുന്ന് കാണിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിന് സമ്മതിച്ചു. വേണ്ടുന്ന സഹായങ്ങളൊക്കെ ആസിയ നബി കൊട്ടാരത്തിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ മൂസാ നബിയുടെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. വളരെ സാമ്പത്തികം മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടിയുമായിട്ട് പോയി. അപ്പോൾ ഫറജഅനാക ഇലാ ഉമ്മിക കൈ തഖറ ഐനുഹാ, മൂസാ നബിയുടെ ഉമ്മാക്ക് കണ്ണ് കുളിർമയാവുന്ന വിധത്തിൽ ആ കുട്ടിയെ മൂസയെ ഉമ്മാക്ക് തിരിച്ചു കൊടുത്തു. വലാ തഹസൻ, ഉമ്മയുടെ ദുഃഖവും തീർന്നു, ദുഃഖിക്കേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ആണ് ഈ കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു നിഅമത്താണ്, അള്ളാഹു ചെയ്തു കൊടുത്ത ഒരു അനുഗ്രഹമാണ്. പിന്നെ വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു ഖത്തൽത നഫ്സൻ, നീ അബദ്ധവശാൽ ഒരാളെ കൊന്നു, അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അള്ളാഹുവിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഇതിനെ സംബന്ധിച്ച് സഹീഹ് മുസ്ലിമിൽ പറയുന്നത് ആ കൊലപാതകം ഒരു അബദ്ധവശാലുള്ള കൊലപാതകമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് മനഃപൂർവ്വം അല്ല മൂസാ നബി ചെയ്തത്. എന്തായാലും ഖത്തൽത നഫ്സൻ, ഒരു നഫ്സിനെ നീ കൊന്നു, ഫനജ്ജൈനാക, അങ്ങനെ നിന്നെ നാം രക്ഷപ്പെടുത്തി, മിനൽ ഗമ്മി, ആ കൊലപാതകത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നീ അതിൽ നിന്ന് നിന്നെ നാം രക്ഷപ്പെടുത്തി. തന്നെയല്ല ഫത്തന്നാക്ക ഫുത്തൂന, നിന്നെ ധാരാളം പരീക്ഷണങ്ങൾ നമ്മൾ പരീക്ഷിച്ചു. ഫത്തന്നാക്ക, നിന്നെ പരീക്ഷിച്ചു നാം, ഫുത്തൂനൻ, പലവിധ പരീക്ഷണങ്ങളും, അതിലെല്ലാം വിജയിച്ചു. ഫലബിസ്ത സിനീന, അപ്പോൾ അതുകൊണ്ട് നീ താമസിച്ചു വർഷങ്ങളോളം ഫി അഹ്ലി മദിയന, മദിയൻകാരുടെ അടുത്ത് താമസിച്ചു. സുമ്മ ജയിത്ത അലാ ഖദരി യാ മൂസ, പിന്നെ നീ വന്നു ഇവിടെ, അലാ ഖദരിൻ, അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ച്, യാ മൂസ, ഹേ മൂസ, നിങ്ങൾ വന്നു, ഇവിടെ വന്നു അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ച്. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ റിസാലത്ത് തരാനും പ്രവാചകത്വം നൽകാനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് പ്രവാചകത്വം ലഭ്യമാവാനും ഈ സമയവും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് നിങ്ങൾ വന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം എന്ന് പറയാനുള്ളത്. ഒരു കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ മദിയൻകാരുടെ അടുത്ത് താമസിക്കാനുണ്ടായ സാഹചര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി കൊലപാതകം നടത്തിയിട്ട് പിന്നെ ഇത് നാട്ടിലാകെ, ഒന്ന് ചുരുക്കി പറയാണ്, നാട്ടിലാകെ പരസ്യമായി മൂസ ഒരാളെ കൊന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഫിർഔനും പറഞ്ഞു, ഫിർഔൻ ഈ മൂസാ നബിനെ വധിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്ത് ഇരിക്കുകയാണ്. ഈ വിവരം ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി രക്ഷപ്പെടുക, ഓടിപ്പോയി 6-7 ദിവസം സഞ്ചരിച്ചാലാണ്, 6-7 ദിവസം സഞ്ചരിക്കണം മദിയനിൽ എത്തിച്ചേരാൻ. മദിയനിൽ എത്തിച്ചേർന്നു, അതിലിടയ്ക്ക് ആരും പിടികൂടിയിട്ടില്ല. മദീനയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ചുകൊണ്ട് ബൗണ്ടറിയിൽ എത്തിയപ്പോൾ അവിടെ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടു. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ 2 പെൺകുട്ടികളും അവിടെ നിന്നിരുന്നു. അവരോട് അന്വേഷിച്ചു, എന്താ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ഇവരൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുള്ളൂ, നേരം സന്ധ്യയായിപ്പോയി, ഞങ്ങളുടെ പിതാവാണെങ്കിൽ വയസ്സായ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് അവരോട് ദയ തോന്നി. മൂസാ നബിയുടെ ഒരു മുഅ്ജിസത്ത് കൊണ്ട് പ്രത്യേക രീതിയിൽ വെള്ളം നിഷ്പ്രയാസം ലഭ്യമാക്കി അവർക്കെല്ലാം കൊടുത്തു, അവരെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഈ വീട്ടിൽ ചെന്നിട്ട് ഈ വിവരങ്ങളൊക്കെ ഉപ്പാട് അവർ പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ഒരാളെ അയച്ചു. നിങ്ങൾക്ക് വെള്ളം തന്നതിനുള്ള കൂലി തരാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതനുസരിച്ച് വന്നു. അവരുടെ കൂടെ പോയി ഷുഹൈബ് നബിയുടെ അടുത്തെത്തി. അപ്പോൾ ഷുഹൈബ് നബി പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് ആരും ഭയപ്പെടാനില്ല, ഇവിടെ ഫിറഔന്റെ പോലീസോ പട്ടാളോ ഒന്നും ഇവിടേക്ക് വരില്ല, അത് മദിയനാണ്, വേറെ നാടാണ്, ഇവിടേക്കൊന്നും അവൻ്റെ അധികാരം പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് ഷുഹൈബ് നബിയുടെ അടുത്ത് മൂസ നബി പിന്നെ രണ്ടുപേരും കൂടി ഒരു എഗ്രിമെൻ്റ് ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ അടുത്ത് പിന്നെ എൻ്റെ ആടുകളെയൊക്കെ നോക്കിയിട്ട് ഒരു 8 കൊല്ലം നിങ്ങൾ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ മക്കളിൽ ഒരാളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മൂസ നബി സമ്മതിച്ചു. 8 എന്നുള്ളത് 10 ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കില്ല എന്നും പറഞ്ഞു ഷുഹൈബ് നബി. എന്തായാലും 10 തന്നെ പൂർത്തിയാക്കി മൂസ നബി. 10 കൊല്ലം അവിടെ വീട്ടുവേല ചെയ്തു. അങ്ങനെ ഭാര്യയെ കൂട്ടി കല്യാണം കഴിഞ്ഞു. ഭാര്യയും കൂട്ടിയിട്ട് വരുന്ന വഴിക്കാണ് പിന്നെ ഒരു തീ കണ്ടു. ഇനി ആനസുനാറൻ ലാലിയാത്തേക്കും ഖബസിൻ ഹുദ എന്നൊക്കെ പറഞ്ഞിട്ട് ആയത്തുണ്ടല്ലോ. അതനുസരിച്ച് മൂസ നബി ഭാര്യയും കൂട്ടി വരുന്ന സമയത്താണ് ആ തീ കണ്ടത്. ആ തീ അള്ളാഹിൻ്റെ നൂറ് തജല്ലിയാത്തായിരുന്നു. അതനുസരിച്ച് തീയുടെ അടുത്ത് മൂസ നബി എത്തിയപ്പോൾ അള്ളാഹു വിളിച്ചു നിന്ന്, യാ മൂസ ഇന്നിയാണ് റബ്ബുക ഫഖ്ലഅൻ അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, നീ പരിശുദ്ധമായ താഴ്വരയിലാണ്, അതുകൊണ്ട് നീ ചെരുപ്പഴിച്ചു വെക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ 2 സന്ദർഭം വിവരിച്ചു. നമുക്കിനി അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് 30-40 ആയത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വീഡിയോയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.